നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശിയോട് വൈജയ പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ. ഞാൻ എന്താണെങ്കിലും രാജീവേട്ടനെയും അതുപോലെ തന്നെ ശിവേട്ടനെ ഒക്കെ വിളിക്കട്ടെ, വിളിച്ചിട്ട് കാര്യത്തിലൊരു തീരുമാനം എടുക്കും. ഒന്നുമല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിലും ഞാനിതിന് ഇവിടെ നിൽക്കണം. എൻ്റെ മക്കളെയും വിളിച്ചോണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അതൊക്കെ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. ഈ സമയത്ത് അലീന അടുക്കള ചായ വെക്കുവാണ്. നേരെ വൈജയന്റെ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിലേക്ക് എന്നിട്ട് പറഞ്ഞു, നീ ജയിച്ചെന്ന് കരുതണ്ടേടിയെന്ന് പറയണം. അലീന പറഞ്ഞു, ജയിച്ചെന്നോ? അതിന് ജയിക്കാൻ ഞാൻ മത്സരിച്ചില്ലല്ലോ. വേണ്ടേ, നീ കൂടുതൽ പറയൊന്നും വേണ്ട. അതെ, എൻ്റെ മുന്നിൽ നീ ജയിച്ചെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ ആൾ കളിക്കുവാൻ വേണ്ട. അതെ മാഡം, ഞാൻ ആരുടെ മുന്നിൽ ജയിച്ചെന്ന് കാണിക്കാൻ വേണ്ടി ഒന്നും കാണിക്കുന്നില്ല. ജയവും തോൽവിയൊന്നും അതൊന്നും എനിക്കില്ല. പിന്നെ മാഡമല്ലേ അങ്ങനെ ഓരോന്നൊക്കെ പറയണേ. പിന്നെ മാഡം ഓരോന്നൊക്കെ പറയുന്ന പോലും നിനക്ക് നാണം ഉണ്ടോടി? പിന്നെ നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് കയറി വന്നേ? നിനക്ക് ആ വഴി പോയി കൂടായിരുന്നോ? അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാടി നീ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. നിനക്ക് നാണം ഉണ്ടാ നീ കയറി വരുമായിരുന്നോ? പിന്നെ ബാലേന്ദ്രൻ നിന്നെ ഏറ്റെടുത്തു ദത്തുപുത്രിയായിട്ട്. പക്ഷേ എന്നെ കൊണ്ടായിരുന്നു പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, മാഡം ഇങ്ങനെ പറയരുത്, ഞാനൊന്നും വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും ഒരു അമ്മയുടെ സ്ഥാനത്താണ് എനിക്ക് മാഡം. ഒരിക്കലെങ്കിലും എന്നെ മോളായിട്ടൊന്ന് കണ്ടിരുന്നെങ്കിൽ, എന്നെ മോളെ എന്നൊന്ന് വിളിച്ചാൽ എനിക്ക് പിന്നെ മരിച്ചാലും കുഴപ്പമില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെയുള്ള ചില ആഗ്രഹങ്ങളൊക്കെയാ. കൊള്ളാലോടി നിന്റെ മനസ്സിലിരിപ്പ്. നീ ആള് കൊള്ളാലോ. പറഞ്ഞു അവിടം വരെ എത്തിയില്ലേ? ബാലേന്ദ്രൻ നിന്നെ ദത്തുപുത്രിയായിട്ട് ഏറ്റെടുക്കുമായിരിക്കും. പക്ഷേങ്കിലുണ്ടല്ലോ, ഞാൻ അങ്ങനെയല്ല. കാരണം ഈ ദത്തുപുത്രി എന്നൊക്കെ പറഞ്ഞ വായം കൊണ്ട് പറയാം, കടലാസി വേണേ എഴുതി വെക്കാം. അതിനപ്പുറത്തേക്കൊന്നും ഇല്ലടി. നിനക്ക് എൻ്റെ മകളാവണോ അല്ലേ? അത് 10 ജന്മം ജനിച്ചാലും നീ എൻ്റെ മകളാവാൻ പോകുന്നില്ല. കാരണം എൻ്റെ മകളാകണമെങ്കിലേ എൻ്റെ ചോര നിന്റെ ഞരമ്പിലൂടെ ഓടണം. അത് മാത്രമാണോ? നീ എൻ്റെ വയറ്റിൽ പിറക്കണം. എൻ്റെ വയറ്റിൽ പിറന്ന 3 മക്കളുള്ളൂ. അത് ഇനി ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ലടി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ഒന്ന് വൈജയന്തിയെ നോക്കി. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, നിന്റെ ആഗ്രഹം അത് ചെറിയ ആഗ്രഹമൊന്നും അല്ലല്ലോടി. എന്നിട്ട് നീ വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. നാണമുള്ളവളാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമോ? അത് പിന്നെ സാറിനെ വിളിച്ചോണ്ടാ ഞാൻ വന്നേ. ഓ, സാറ് വിളിച്ചോണ്ട്? ഏത് സാറ്? സാറാണ് പോലും. എടി, ഏത് സാറ് വിളിച്ചാലും നിനക്ക് വരാൻ താല്പര്യമില്ല. നീ ആ വഴി പോയാൽ പോരായിരുന്നോ? എന്നിട്ട് വലിയ ആളും കളിച്ച് ഇങ്ങോട്ട് വന്നിട്ട് സാറ് വിളിച്ചോണ്ടാണ് പോലും. നിനക്ക് ഇത്രയെങ്കിലും നാണമുണ്ടോ? അത് കേട്ടപ്പം അലീന പറഞ്ഞു, മാഡം ഇങ്ങനെയൊന്നും പറയരുത്, മാഡം ഇങ്ങനെയൊന്നും പറയരുത്, മിണ്ടരുത് നീ എന്നും പറഞ്ഞ് അങ്ങ് തിരിഞ്ഞിട്ട് വൈജയന്തി വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളിൽ ഒരാളോ ഈ വീട്ടിൽ കാണത്തുള്ളൂ. അറിയാലോ, അത് നീ വേണോ ഞാൻ വേണോന്ന് ഞാൻ തീരുമാനിക്കാം. അങ്ങനെ നിന്റെ മുന്നിൽ മുട്ടുകുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതും പറഞ്ഞ് അലീനയെ വെല്ലുവിളിച്ചിട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. ആ സമയത്ത് മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും അലീന ചോദിച്ചു, എന്താ മുത്തശ്ശി, എങ്ങനെയുണ്ട് ഇപ്പോൾ? മുത്തശ്ശിയുടെ കാലൊക്കെ ഭേദമായോ? ഓ, അതൊക്കെ ആരും നോക്കാനായിട്ട്. അല്ല, മുത്തശ്ശി എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചായിരുന്നോ? നേരത്തെ ആയിരുന്നെങ്കിൽ നീ ഉണ്ടായിരുന്നല്ലോ സഹായിക്കണ്ടേ. 2 ദിവസം നീ ഇല്ലായിരുന്നല്ലോ. ഞാൻ പിന്നെ ഒന്നിനും മെനക്കെട്ടില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നേ? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, സാരമില്ല, നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അല്ല, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ? എനിക്ക് എൻ്റെ മോളോടൊപ്പം നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ. കാരണം അവൾ എൻ്റെ മകളാണ്. അതുകൊണ്ടാണ് ഞാൻ. വേണ്ട മുത്തശ്ശി ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ട. എനിക്കറിയാം മുത്തശ്ശിയുടെ മനസ്സെന്താന്ന്. കാരണം പെറ്റമ്മയ്ക്ക് മോളെ തള്ളിക്കളയാൻ പറ്റില്ലോ. അല്ല, വൈജയ്ക്ക് നീ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല എന്ന് പറയാം. അതും പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശി? സാറാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അല്ല, നിന്നെ ദത്തുപുത്രിയായിട്ട് ഏറ്റെടുത്തെന്നൊക്കെ അറിഞ്ഞു. അതും സാറ് ചെയ്ത കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്ത് സന്തോഷമാണ് തോന്നുന്നതെന്നറിയാമോ? നിങ്ങളൊക്കെ എന്നെ ഇവിടുത്തെ ജോലിക്കാരിയായിട്ട് കാണുമ്പം സാർ എന്നെ മകളെപ്പോലെ കരുതുന്നേ. ആ ഒരു കരുതലുണ്ടല്ലോ, എനിക്ക് വലിയ വലിയ അവാർഡുകൾ കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഈ പത്മഭൂഷണ, പത്മശ്രീ എന്നൊക്കെ അങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എനിക്ക് അതിനേക്കാളും മേലെയാ ഈ സാറ് തന്ന ഈ ഒരിത്, ദത്തുപുത്രി എന്നുള്ള ആ ഒരു സ്ഥാനം. സാറിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ മകളാണ്. ആ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട കേട്ടോ. ദത്തുപുത്രി എന്നൊരു സ്ഥാനം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഇവിടുത്തെ അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും വേണ്ട. ഒരു ചെല്ലി കാശ് പോലും എനിക്ക് വേണ്ട. അതൊന്നും ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. അലീനയ്ക്ക് അങ്ങനൊരിതില്ല. എത്ര വേഷം ഇട്ടാലും ഈ അലീന എപ്പോഴും അലീന തന്നെ ആയിരിക്കും. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, വൈജയ്ക്ക് നല്ല സങ്കടമുണ്ട് നീ തിരിച്ചു വന്നേല്. എനിക്കറിയാം, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈജയ് ഇവിടുന്ന് പോകുമെന്നാ പറയുന്നത്. നീ ഇവിടെ ഉണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മുത്തശ്ശി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ.
താനും കുഴിച്ച കുഴി താൻ തന്നെ എന്ന് പറയുന്ന കണക്ക്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയ മുത്തശ്ശി, ഈ കുടുംബത്തിൽ രാജ്ഞിയെപ്പോലെ ജീവിക്കേണ്ടവളാ മാഡം. അത് മാത്രമല്ല, ഈ കുടുംബത്തിന് നാഥയല്ലേ. അപ്പോൾ ഒരു വേലക്കാരിയായിട്ട് ഗുസ്തി പിടിച്ച് അവസാനം തോറ്റ് ഇവിടുന്ന് വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാണക്കേടും കാര്യങ്ങളൊക്കെ ആർക്കാ? അത് മാഡത്തിന് തന്നെയാ, അല്ലാതെ എനിക്കൊന്നുമല്ല. അതുകൊണ്ട് മുത്തശ്ശി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ചിലപ്പം മുത്തശ്ശിക്കൊക്കെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ഞാൻ ഈ വീട് വിട്ട് പോകണമെന്ന്. പക്ഷേ എങ്കിൽ സാറ് പറഞ്ഞാലും ഞാനത് ചെയ്യത്തുള്ളൂ. ഞാനിപ്പോഴും നിങ്ങളെല്ലാവരും സ്വന്തമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ കുടുംബത്തിലെ ജോലികളൊക്കെ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് കണ്ടുകൊണ്ട് മാത്രമാണ്. എൻ്റെ ജോലികളൊക്കെ ഞാൻ നല്ല ഭംഗിക്ക് നിർവഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് മുത്തശ്ശി ഒരു കാര്യം ചെയ്യാം, ഇതേ ഈ ചായ അങ്ങോട്ട് കുടിക്കുക. അതിനുശേഷം മുത്തശ്ശിക്ക് കുളിക്കുകയൊക്കെ വേണ്ടതെന്നൊക്കെ പറയണം. നല്ല ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി കഴിയുമ്പോൾ മുത്തശ്ശി ഒന്നുകൂടെ ഒന്ന് ഉന്മേഷവതിയാവും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് ഞാൻ മുത്തശ്ശി ഒന്നും മിണ്ടാതെ ചായ കുടിക്കുകയാണ്. അലീനെ ഒന്ന് നോക്കിയിട്ടങ്ങ് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജയന്തിയോ കമലയെ വിളിക്കുകയാണ്. കമലയെ വിളിച്ചിട്ട് ചോദിച്ചു, കമലയെടുത്തി തിരക്കിലാണെന്ന് ചോദിക്കുക. ഞാൻ TV കാണുമായിരുന്നു. അല്ല, അല്പസമയം സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, നീ പറഞ്ഞോ വൈജയ്? അതെ, ബാലേന്ദ്രൻ വന്നിട്ടുണ്ടെന്ന് പറയണ. ബാലേന്ദ്രൻ വന്നോ? ആഹാ, അത് കൊള്ളാലോ. എന്നിട്ടോ ബാലേന്ദ്രൻ മാത്രമല്ല, അവളും കൂടെ ഉണ്ട്, അലീന. അവളെയും കൂട്ടിക്കൊണ്ടാണോ വന്നിരിക്കുന്നത്? ഇതെന്താ? എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ വൈജയ്? ഞാനെന്ത് പറയാനായിട്ടാ? അവളെ ദത്തുപുത്രിയായിട്ട് ഇപ്പൊ ബാലേന്ദ്രൻ ഏറ്റെടുത്തിരിക്കുക. ദത്തുപുത്രിയോ? അത് കൊള്ളാലോ. അത് പുതിയൊരു സ്ഥാനം കൊടുത്തപ്പോൾ അവളെ അവിടെ സ്ഥാനക്കയറ്റം കൊടുത്ത് അവളെ അവിടെ നിയമിക്കാനല്ലേ? അതൊക്കെ പോട്ടെ, അവളിപ്പം മകളാണ് പോലും, മകള്. അവളെ കൊണ്ട് നമ്മൾ പണിയൊന്നും ചെയ്യിക്കരുത്. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തോണം. എൻ്റെ വൈജയ്, ഇതൊക്കെ കണ്ടും കേട്ട് നീ അല്ലാതെ അവിടെ ആരെങ്കിലും നിൽക്കുമോ? നിനക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാനും. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. നീ വിഷമിക്കേണ്ട, ഞാൻ ശിവേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. ദത്തുപുത്രൻ എന്നൊരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ. ആരും ഒന്നും സംശയിക്കുകയൊന്നും ചെയ്യത്തില്ലോ അല്ലേ? ബാലേന്ദ്രൻ്റെ ഊടായ്പ പരിപാടി കൊള്ളാലോ വൈജയ്. നീ അതിന് കൂട്ടു നിൽക്കാനും. അല്ല, മക്കൾ എന്തു പറഞ്ഞു? എന്ത് പറയാനായിട്ടാ? രോഹിത്തിന്റെ കാര്യം അറിയാലോ. അവനൊരു തെറ്റ് ചെയ്തുകൊണ്ട് അവനൊന്നും മിണ്ടാൻ പറ്റില്ല. പിന്നെ ഭവിതയ്ക്ക് പേടിയാ. കൃഷ്ണയുടെ കാര്യം പണ്ടേ അറിയാലോ. അച്ഛൻ എന്ത് പറഞ്ഞാലും ചെയ്താലും അതാണ് അവൾക്ക് വേദവാക്യം. അച്ഛൻ പറയുന്നതെല്ലാം നല്ല കാര്യം. അങ്ങനെ കാര്യങ്ങളൊക്കെ. എൻ്റെ വൈജയ്, നീ അവിടെ ഇങ്ങനെ നിൽക്കുന്നേക്കാളും ഭേദം വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവള് അല്ലെങ്കിൽ നീ, ആരെങ്കിലും ഒരാളാ വീട്ടിൽ കാണാവുള്ളൂ. ഞാനൊക്കെ ആയിരിക്കണം. അപ്പോഴേക്കും വൈജു പറഞ്ഞു, അതെ, എനിക്കൊരു കോള് വരുന്നുണ്ട്. ശരി കമലെടുത്തി, ഞാൻ വെക്കുവാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മണിശങ്കർ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം രഞ്ജിനിയാണ് പോയി കഥ ഓർക്കുന്നത്. മനുവേട്ടനോ? അല്ല, അമ്മ എന്തിയേ? അമ്മയകത്ത് ഫോൺ സംഭാഷണം. ഇന്ന് ആരെ അമ്മയ്ക്ക് കിട്ടിയത്? ഇത്ര സമയം വൈജയന്തി ആൻറ്റി ഉണ്ടായിരുന്നു. ഇപ്പം അച്ഛനെ ഞാൻ തോന്നുന്നു വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണേ. എന്താ പ്രധാന പ്രശ്നം? പ്രധാന പ്രശ്നം അലീനയും ബാലേന്ദ്രനങ്ങളും കടപ്പാട്ടൊരു വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നോ? ആഹാ, അതൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ. അത് മാത്രമല്ല, വേറെ കുറെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ? എന്നാ അത് ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നീ വന്നിരിക്കാൻ പറയാണ്. അങ്ങനെ മണിശങ്കർ രഞ്ജിനെ എപ്പോഴും പിടിച്ചിരുത്തി പിന്നീട് പറഞ്ഞു, പറ ഇനി അവിടെ എന്തൊക്കെയാ നടന്നേന്ന്. അതൊക്കെ നടന്നൊക്കെ പറയാം. അതെ, ബാലേന്ദ്രൻ ഞങ്ങൾ അലീനയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന് എല്ലാവരെയും കൂടി വിളിപ്പിക്കുന്നു. വിളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്ത്? ഞാൻ ഇവളെ ദത്തെടുത്തിരിക്കുന്നു. ഇനി മുതൽ ഇവൾ എൻ്റെ മകളായിരിക്കുമെന്ന്. അങ്കിൾ അങ്ങനെ പറഞ്ഞു. ഒന്ന് പോടി അവിടുന്ന്, വെറുതെ തള്ളി മറിക്കല്ലേ. സത്യമോ മനുവേട്ടാ ഞാൻ പറഞ്ഞേ. എന്നിട്ട് എന്താവാനായിട്ടാ? അപ്പൊ അവിടെ ആരും എതിർത്തില്ലേ? എതിർക്കുന്നവർക്കൊക്കെ ഈ വീട് വിട്ടു പോകാന്ന്, അതിനുള്ള സൗകര്യം വേണേൽ ചെയ്തു കൊടുക്കാന്ന്. ഇനിയിപ്പം രോഹിത്തിനും ബബിതയ്ക്കും അവർക്കൊക്കെ എതിർപ്പുണ്ടെങ്കിൽ അവരോട് ഹോസ്റ്റലിൽ പോയി നിന്നോളാൻ പറഞ്ഞു. ബാക്കി പൈസയും കാര്യങ്ങളൊക്കെ അങ്കിള് കൊടുത്തോളാന്ന്. ഇത് കൊള്ളാലോ. അല്ല, ആൻറ്റി ഒന്നും പറഞ്ഞില്ലേ? ആൻറ്റി എന്ത് പറയാനായിട്ടാ? ആൻറ്റിക്ക് സകല നിയന്ത്രണം വിട്ടിരിക്കുക. അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ. ആൻറ്റി എന്തേലും ഇടങ്കോലായിട്ട് ഇറങ്ങണ്ടാണല്ലോ. അതാ മനസ്സിലാവാത്തെ. പക്ഷേ ഇവിടെ ഇപ്പം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ശാന്തമാണെങ്കിലും അണിയറയിൽ എന്താണെങ്കിലും വലിയ വലിയ കോലാഹലങ്ങൾ നടത്താനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സത്യമാണ്ടി നീ പറയണേ. പിന്നല്ലാതെ ആൻറ്റി ആരാ മോള്? ആൻറ്റി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, മനുവേണ്ണ ഇപ്പം സന്തോഷമായി കാണല്ലോ. അതെന്താ? അല്ല, അലീന തിരിച്ചു വന്നുകൊണ്ട് സന്തോഷമായെന്ന് ചോദിച്ചാൽ എനിക്ക് സന്തോഷമായി. കാരണം അവളൊരു പാവാന്നോ? അതേന്നേ, ശരിക്കും പറഞ്ഞാൽ അവളൊരു റാണി തന്നെയാന്ന് പറഞ്ഞു. ദേ മനുവേട്ടാ, വെറുതെ പറയല്ലേ, ഇടി സത്യവാടി. നിനക്കൊക്കെ അവളൊരു ജോലിക്കാരിയായിരിക്കും. പക്ഷേ ഞാൻ ആ കണ്ണും കൊണ്ടല്ല അവളെ കാണുന്നതെന്ന് പറയണം. മനുവേട്ടൻ തുടങ്ങിയെന്ന് പറയണം. അല്ല മനുവേട്ട, എനിക്കൊരു സംശയം. അതെന്താ?
ഇപ്പം ബാലേന്ദ്രൻ അങ്കിളെ ദത്തെടുത്തെന്ന് പറഞ്ഞു, മകളായിട്ട് അംഗീകരിച്ചു. ശരിക്കും ബാലേന്ദ്രൻ അങ്കിൾ മകളായി തന്നെ ആയിരിക്കും. ഒന്ന് പോടി അവിടുന്ന്. അങ്ങനൊന്നും അല്ല. അല്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അല്ലേ പിന്നെ എന്തിനാ അങ്കിൾ അവളെ മകളായിട്ട് അംഗീകരിച്ചിരിക്കുന്നേ? അപ്പോഴേക്കും മനുഷ്യങ്കർ ഇങ്ങനെ ആലോചിച്ചു, ശരിയാ, ഇത്ര ഇതായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കണമെങ്കിൽ ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കാണുമോ എന്നൊരു ചിന്ത ഉണ്ടായി. എന്തോ ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ അങ്കിൾ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക. അതെന്തേലും ആട്ടെ എന്നൊരു ചിന്ത. അപ്പോഴേക്കും പിന്നെ അവൾ പറഞ്ഞു, രഞ്ജിനി പറഞ്ഞു, ദേ മനുവേട്ട, എന്നാൽ ശരി, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. പിന്നെ ഒരു കാര്യം, എന്താ, എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്ത് തന്നേക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലേ. ഓ ശരി ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവളങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും മനുഷ്യങ്കൻ ഇങ്ങനെ ആലോചിച്ചു, എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു ചിന്ത മനുവിൻ്റെ മനസ്സിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ അലീന മുറ്റം അടിക്കുകയാണ്. മുറ്റം അടിക്കുന്ന സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നേ. ആഹാ, ദത്തുപുത്രൻ രാവിലെ പണിയൊക്കെ തുടങ്ങിയോ? അല്ല ചേച്ചിക്ക് ഇപ്പോഴും ഈ പണിക്കൊരു കുറവില്ലല്ലേ? ഇതൊക്കെ എൻ്റെ ജോലിയല്ലേ. പിന്നെ ചേച്ചി അംഗീകരിച്ചു കഴിഞ്ഞില്ലേ അച്ഛനും മകളായിട്ട്, പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ രാവിലെ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നേ? ആ ചൂല് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ അടിച്ചു വരാമെന്ന് പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞേ, വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുപോവാ, നീ പോയിരുന്നു പഠിക്ക്, പഠിത്തമൊക്കെ കഴിഞ്ഞു, ഞാനൊന്ന് അടിച്ചു വരാൻ നോക്കട്ടെ, എന്താ സംഭവിക്കുന്ന അറിയാലോ. ചേച്ചി പോയി ചായ ഇട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അപ്പം നീ എന്നെ അംഗീകരിച്ചല്ലേ? എന്ത് ചേച്ചിയായിട്ട്? അതെ, ചേച്ചിയായിട്ട് അംഗീകരിച്ചു. അപ്പം നിന്നോട് ആരാ പറഞ്ഞ ഞാൻ ചേച്ചിയാന്ന്? എന്നോട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ മകളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്നെങ്കിലേ നല്ലൊരു ചായ ഇട്, ഞാനിപ്പം തന്നെ മുറ്റമൊക്കെ തൂത്തിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അലീന ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന ബാലേന്ദ്രനുള്ള ചായയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, ബാ ഗുഡ് മോർണിംഗ് ഒക്കെ പറയണം. അങ്ങനെ ചായയും കൊടുത്തു, പത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല ഇവിടെയുള്ളവരൊക്കെ എങ്ങനെയുണ്ട്? പ്രശ്നമില്ല. കൃഷ്ണമോൾ എന്നെ ചേച്ചിയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അവൾ എൻ്റെ ജീന. കൈതക്കൽ വീട്ടിലെ ഒരു സ്വഭാവം അവൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ബബിതയും രോഹിതും ഒക്കെയോ അവരും മിണ്ടുന്നില്ല. ദേഷ്യമാണോ? ദേഷ്യം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ദേഷ്യം കാണുമല്ലോ, അതുകൊണ്ടായിരിക്കും മിണ്ടാത്തെ. അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട, അതൊക്കെ പതിയെ പതിയെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ അല്ല, ദത്തുപുത്രയായിട്ട് ഞാൻ അംഗീകരിച്ചതിന് ശേഷമുള്ള നിന്റെ ഫീലിങ്സ് എന്താ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, ഫീലിങ്സ് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലയെന്ന് പറയണേ. പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലയെന്നോ? എന്താ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെയെന്ന് പറഞ്ഞിട്ട് അലീന പറഞ്ഞു, അതെ, ഞാനിവിടെ വരുന്ന സമയത്ത് തന്നെ ഞാൻ സാറിനെ അച്ഛനായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെപ്പിറപ്പുകളുടെ അച്ഛനല്ലേ, അപ്പം എൻ്റെ അച്ഛൻ തന്നെയല്ലേ. സാറിൻ്റെ ഈ നോട്ടം, ഈ ചിരി, ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെ ചിരിയാന്ന് അങ്ങനെ പറയാൻ കരുതിയത്. ഈ നോട്ടം എൻ്റെ അച്ഛൻ്റെ നോട്ടം, അതുപോലെ തന്നെ എന്നെ കരുതുന്ന മകളായിട്ട്, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ചില ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല ഇപ്പം. എപ്പോഴും ഞാൻ എൻ്റെ അച്ഛനായിട്ട് തന്നെ കാണുന്നേ. അത് അന്നും അതെ, ഇന്നും അതെ, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ പതുക്കെ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയരുത്, നീ എന്നെ അച്ഛനായിട്ട് കാണുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, അതെന്താന്ന് ചോദിക്കണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ അലീനയെ നോക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.